MG യൂണിവേഴ്സിറ്റി 2025 ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന വിഷയത്തിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് MCQ കൂടെ നോക്കേണ്ടതുണ്ട്. അതിൽ MCQ ആണ് നമ്മൾ നോക്കുന്നത്. MCQയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ സ്റ്റഡി ഓഫ് ആർക്കിയോളജിക്കൽ ഒബ്ജക്ട്സ് ഇൻ ഓർഡർലി മാനർ ടു ഫൈൻഡ് ഇറ്റ്സ് ഏജ് ആൻഡ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ആർക്കിയോളജിക്കൽ ഒബ്ജക്ട്സ്. പുരാവസ്തു ഉത്ഖനനത്തിലൂടെ കിട്ടുന്ന വസ്തുക്കൾ, അതായത് മണ്ണിനടിയിൽ കുഴിച്ച് കിട്ടുന്ന വസ്തുക്കൾ, അത് ഓർഡർലി മാനറിൽ കാണുകയും അതിൻ്റെ കാലപ്പഴക്കം ഒക്കെ നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ജോലിയെ നമുക്ക് എന്ത് പേര് വിളിക്കാം? അതിനെ ആന്റിക്യൂറിയനിസം എന്ന് വിളിക്കാം. അത് ഓർഡർലി മാനറിൽ കണ്ടുപിടിക്കുകയും അതിൻ്റെ ചിട്ടപ്പെടുത്തി പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടിനെ നമുക്ക് എന്ത് വിളിക്കാം? ആന്റിക്യൂറിയനിസം എന്ന് വിളിക്കാം. ഇനി, വിച്ച് ടൈപ്പ് ഓഫ് ആർക്കിയോളജി സ്റ്റഡീസ് ദ ഏൻഷ്യന്റ് റിട്ടൺ റെക്കോർഡ്സ് ആൻഡ് ടെക്സ്റ്റ് ഇൻ സുമേറിയൻ, ഈജിപ്ഷ്യൻ, ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ഏൻഷ്യന്റ് സിവിലൈസേഷൻസ്? ഈ പുരാതന സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഏത് തരം ആർക്കിയോളജി സ്റ്റഡിയാണ് സഹായിക്കുക? വിച്ച് ടൈപ്പ് ഓഫ് ആർക്കിയോളജി സ്റ്റഡീസ് ദ ഏൻഷ്യന്റ് റിട്ടൺ റെക്കോർഡ്സ്? പുരാതന കാലത്തെ റിട്ടേൺ. അപ്പൊ പുരാതന കാലം എന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. പുരാതന കാലം എന്നുള്ളത് നമുക്ക് ക്ലാസിക്കൽ എന്ന് പറയാം, അല്ലെ? അപ്പൊ ക്ലാസിക്കൽ പീരീഡിലെ റിട്ടേൺ റെക്കോർഡുകൾ പരിശോധിക്കാൻ വേണ്ടി, അതായത് സുമേറിയന്മാര് എന്ന് വെച്ചാൽ മെസപ്പൊട്ടോമിയന്മാർ, ഇന്നത്തെ ഇറാഖാണ്, അവിടെയുള്ള സംസ്കാരത്തിലെ ജനങ്ങളുടെ ലിഖിതങ്ങൾ, ശിലാലിഖിതങ്ങൾ ഒക്കെ, അങ്ങനെ ഈജിപ്ഷ്യൻസിന്റെ അല്ലെങ്കിൽ ലാറ്റിൻ, ഗ്രീക്ക് ലിഖിതങ്ങൾ, കുറച്ചൊക്കെ ഏൻഷ്യന്റ് ആയിട്ടുള്ള, ഏൻഷ്യൻ എന്ന് വെച്ചാൽ പുരാതന, ക്ലാസിക്കൽ ആയിട്ടുള്ള ആർക്കിയോളജിയാണ്. ആ സംസ്കാരങ്ങളെ കുറിച്ച്, പുരാതന സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുന്ന ആർക്കിയോളജി വിഭാഗത്തിന്റെ പേര് എന്തോന്നാണ്? ക്ലാസിക്കൽ ആർക്കിയോളജി. പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത 3, ഹു കോയിൻഡ് ദ ടേം പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി? അതായത് ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല, അതിനു മുമ്പത്തെ കാലത്തെ പുരാവസ്തുശാസ്ത്രം എന്നത്, അങ്ങനെ ഒരു പദപ്രയോഗം ആരാണ്? ഡാനിയൽ വിൽസൺ ആണ് അങ്ങനെ ഒരു പദപ്രയോഗം കൊണ്ടുവന്നത്. 4-ാമത്തേത്, ദ കൈൻഡ് ഓഫ് ആർക്കിയോളജി വിച്ച് സ്റ്റഡീസ് ദ സ്റ്റോറി ഓഫ് മാൻസ് ഡെവലപ്മെന്റ് ബിഫോർ ദ അപ്പിയറൻസ് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് ഡാഷ്? അതായത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ആർക്കിയോളജി പഠനത്തില് മനുഷ്യന്റെ കഥയും മനുഷ്യന്റെ വികാസവും ഒക്കെ നമ്മൾ കൈൻഡ് ഓഫ് ആർക്കിയോളജി നമ്മൾ കൊണ്ടുവന്നു. അത് എന്തെന്നാണ്? അത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പ് ഹിസ്റ്ററി എഴുതിയത് എഴുത്തുവിദ്യ രൂപപ്പെട്ടപ്പോഴാണ്. അപ്പൊ ഹിസ്റ്ററി എഴുതപ്പെട്ട ചരിത്രമുള്ള കാലഘട്ടത്തെ നമുക്ക് ഹിസ്റ്റോറിക് പീരീഡ് എന്നും, എഴുത്ത് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നോ വിളിക്കുക. സോ അതുപോലെ തന്നെ അപ്പൊ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ ആർക്കിയോളജിയാണ് അത് പ്രീ ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജി എന്നാണ് വിളിക്കുക. 5-ാമത്തെ ചോദ്യം, ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഡാഷ് ആർക്കിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ സെറ്റിൽമെന്റ്സ്? കൊളോണിയൽ, അതായത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ സംബന്ധിച്ച് കോളനിയാക്കി ഭരിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തി. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും സ്പെയിനും ഒക്കെ എന്ത് ചെയ്യുകയാണ്? കോളനി ശക്തികളായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളെ അടക്കി ഭരിച്ചിരുന്നു. പിന്നീട് ജർമ്മനിയൊക്കെ ആ കോളനി ശക്തിയായി വരുന്നുണ്ട്, സാമ്രാജ്യത്വ ശക്തിയായിട്ട്. അങ്ങനെ കൊളോണിയൽ ശക്തിയുടെ കാലത്തുള്ള അതിനുശേഷമുള്ള സെറ്റിൽമെന്റുകളെ നമ്മൾ വിളിക്കുന്ന എന്താണ്? കൊളോണിയൽ പീരീഡും അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജി എന്നാണ് പറയുന്നത്. കാരണം അതിനകത്ത് ചരിത്രവുമായി ബന്ധമുള്ള ആർക്കിയോളജിയാണത്, അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജി എന്ന് വിളിക്കുക. 6-ാമത്തെ ചോദ്യം, സ്റ്റഡി ഓഫ് ദ സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏൻഷ്യന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ഓക്യുപ്പേഷൻ? പുരാതന മാനുഷിക പ്രവർത്തനങ്ങൾ, അവരുടെ തൊഴിൽ, റേഞ്ചിങ് ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, പല ലൊക്കേഷനുകൾ, പല പ്രവർത്തനങ്ങൾ ഒക്കെ മനുഷ്യർ ചെയ്തു പോന്നിരുന്നു. ഓരോ നാട്ടിലും ഓരോ തൊഴിലും ഓരോ പ്രവർത്തനങ്ങളുമാണ് പുരാതന മനുഷ്യൻ ചെയ്തിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു സിംഗിൾ റൂമിലിരുന്ന് മനസ്സിലാക്കാൻ അറേഞ്ച്മെന്റ് ഓഫ് സൈറ്റ്സ് ഇൻ എ റീജിയൻ ഈസ് നോൺ ആസ്, ഒരു പ്രദേശത്തെ സൈറ്റുകളുടെ അറേഞ്ച്മെന്റ്, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട്, അതായത് എത്ര മാത്രം സ്ഥലത്ത് മനുഷ്യന് അധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ, മനുഷ്യരുടെ ഗ്രൂപ്പുകൾ കൂട്ടത്തോടെ താമസിച്ചിരുന്ന താമസ ഇടങ്ങളൊക്കെ എവിടെയൊക്കെയാണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആർക്കിയോളജിയാണ് സെറ്റിൽമെന്റ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് വേസ് ഓഫ് തോട്ട് ഫ്രം മെറ്റീരിയൽ റിമെയിൻസ്? അത് ഭൗതിക അവശിഷ്ടങ്ങൾ വെച്ചിട്ട്
പണ്ട് കാലത്ത് മനുഷ്യൻ എന്തായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക? ഈ ഉൽപ്പന്നങ്ങൾ, ഈ സാധനങ്ങൾ, ഈ ചക്രം അല്ലെങ്കിൽ ഈ കളിപ്പാട്ടം, കളിമണ്ണുകൊണ്ടുള്ള ഈ ദൈവവിഗ്രഹം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ എന്തായിരിക്കാം അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുക? അവന്റെ ബുദ്ധിപരമായ ചിന്ത എന്തായിരിക്കാം? അവന്റെ മനഃശാലിക ചിന്ത എന്തായിരിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന അതായത് ഭൗതിക അവശിഷ്ടം കണ്ടെത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് ഊഹിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് കോഗ്നിറ്റീവ് ആർക്കിയോളജി എന്നാണ് പറയുക. നമ്മുടെ ഭാവനയിലും ബുദ്ധിയിലും യുക്തിയിലും ഒക്കെയാണ് അത് കണ്ടെത്താൻ കഴിയുക. അത് അങ്ങനെയുള്ള ആർക്കിയോളജിയുടെ സെക്ഷനാണ് കോഗ്നിറ്റീവ് ആർക്കിയോളജി എന്ന് പറയുന്നത്.